ഹലോ കൂട്ടുകാരെ, ഇപ്പോൾ ഇന്ന് ഞങ്ങൾ നിൽക്കുന്നതെന്ന് വെച്ചാൽ പള്ളിക്കൽ ഡാം അല്ലെങ്കിൽ പാതിരിക്കൽ ഡാം എന്ന് പറയുന്നൊരു സ്ഥലത്താണ് കേട്ടോ. ഡാം എന്ന് പറഞ്ഞാലൊന്നും ആർക്കും മനസ്സിലാകത്തില്ല, അണക്കെട്ടെന്ന് വേണമെങ്കിൽ പറയണം. ഇവിടെ ഷട്ടറൊന്നുമില്ല, പക്ഷെ അല്ലാതെ തന്നെ വെള്ളം ഒഴുകുന്നുണ്ട്. കണ്ടില്ലേ, നല്ല വെള്ളച്ചാട്ടമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പാതിരിക്കൽ ഡാമിലെ വെള്ളച്ചാട്ടമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഷട്ടറും കാര്യങ്ങളൊന്നുമില്ല, ഓപ്പൺ ആയിട്ട് ഇട്ടേക്കാണ്. പക്ഷേ നല്ല ശക്തമായിട്ടുള്ള വെള്ളച്ചാട്ടമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കുളിക്കാനൊന്നും ആരും ഇവിടെ ഒരു കാരണവശാലും ഇറങ്ങരുത്, അപകടം പിടിച്ച ഒരു ഏരിയ ആണ്. താഴ്ചയില്ല, കാരണം വെച്ചാൽ കേസ് നിങ്ങൾ നോക്കുമ്പോൾ ഇത് കണ്ടില്ലയോ, വളരെയധികം താഴ്ചയില്ല. ഇറങ്ങി കഴിഞ്ഞാൽ വെള്ളം നമ്മുടെ കാൽമുട്ട് വരെ ഉള്ളു ഈ ഭാഗത്തോട്ട്. പിന്നെ അവിടുന്ന് താഴോട്ട് താഴ്ചയുണ്ട്, പക്ഷെ ആ ഭാഗത്തോട്ട് ആരും കുളിക്കാനൊന്നും ഇറങ്ങാറില്ല. പക്ഷെ സൈഡിലെല്ലാം പാറകളും എല്ലാം ഉള്ളത്. ഈ ഡാമിന് ചുറ്റും താമസമുണ്ട് കേട്ടോ. ഈ ഡാമും നമ്മൾ നേരത്തെ മുൻപത്തെ നമ്മുടെ വീഡിയോയിൽ ഉണ്ടായിരുന്നത് പോലെ തന്നെ ഈ ഡാമും കൃഷിയിടത്തിലേക്ക് വെള്ളം എത്തിക്കുന്നതാണ്. നമ്മളെ കറണ്ട് ഉൽപ്പാദിപ്പിക്കാനും മറ്റുള്ള ഉപയോഗങ്ങൾക്ക് എടുക്കുന്നതല്ല, കൃഷിയിടത്തിലേക്ക് കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ ഡാമിൻ്റെയും വാട്ടർ സോഴ്സ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ നോക്കുമ്പോൾ കാണാം, അതാണ്ട് ഇതിൻ്റെ ചുറ്റിനും വീടുകളും താമസിക്കുന്ന ആളുകളും ഒക്കെ ഉള്ള സ്ഥലമാണിത്. മറ്റേടത്തെന്ന് വെച്ചാൽ നമ്മൾ പോയെടുത്ത് യാതൊരു ആളുകളും ഇല്ല, വയലുകളും പ്രദേശങ്ങളും ആയിരുന്നു. ഇത് ഡാമിന് ചുറ്റും ഇതായത് കണ്ടില്ലേ, വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ നടുക്കൂടെ എന്തോന്നാ അപ്പുറത്തെ സൈഡ് റോഡും ഇതായത് കണ്ടില്ലേ, ബൈക്കൊക്കെ പോകാനായിട്ടുള്ള എന്തോന്നാ ഇതില് നല്ല ശക്തമായിട്ടുള്ള മഴ പെയ്തോണ്ടിരിക്കുകയാണ്. ഈ മഴയിലാണ് ഞങ്ങൾ ഒന്ന് സത്യം പറഞ്ഞ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത്. ഈ ഒരു പാതയിലൂടെയാണ് ബൈക്കുകളൊക്കെ അപ്പുറത്തോട്ട് പോകുന്നത്. നടക്കാനും ഒക്കെ ആളുകൾക്ക് അപ്പുറത്ത് താമസിക്കുന്നവർക്കൊക്കെ സൗകര്യം ഇതിലേ കൂടെയാണ് പോകുന്നത്. ചുറ്റിനും വീടുകളും എല്ലാം ഉണ്ട്. അതെ, പാതിരിക്കൽ ഡാമിലേക്കുള്ള അല്ലെ പള്ളിക്കൽ ആറിൽ നിന്നുമാണ് പാതിരിക്കൽ ഡാമിലേക്ക് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത്. ആറാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല എന്താ പറയുന്നത്, നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു കൗതുകം തോന്നുന്നുണ്ട്. കാരണം കരുനാഗപ്പള്ളിയിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ടെന്നുള്ളത് സത്യം പറഞ്ഞാൽ പലരും പറഞ്ഞിട്ടുള്ള അറിവുകളായിരിക്കും നമുക്കുള്ളത്. നമ്മൾ നേരിട്ട് കണ്ടു കാണത്തില്ല. ഞങ്ങളിന്ന് കണ്ടപ്പോൾ ഞങ്ങൾക്ക് അത്ഭുതമായിട്ട് തോന്നി. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്, മറ്റ് പല ഡാമുകളിലും നമ്മൾ കേരളത്തിലുള്ള പല ഡാമുകളിലും ചെറിയ തോടുകളായിട്ട് ഇങ്ങനെ വെള്ളം ഒഴുകുന്ന സ്ഥലം നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ നമ്മുടെ എന്താ പറയുന്നത്, കൊല്ലം ജില്ലയിൽ, അതും കരുനാഗപ്പള്ളി താലൂക്കിൽ തൊടിയൂരിൽ ഇങ്ങനൊരു സ്ഥലം കാണുക എന്ന് പറയുന്നത് സത്യം പറഞ്ഞ ഒരു അത്ഭുതമാണത്. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് നമ്മുടെ നാസിയോട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം. ഈ മഴയത്ത് വീഡിയോ എടുക്കുമ്പോൾ എങ്ങനെയുണ്ട്? മഴയത്ത് ഇവന് സത്യം പറഞ്ഞാൽ ഇവിടെ വരാൻ താല്പര്യമില്ലായിരുന്നു കേട്ടോ. കാരണം നല്ല കട്ടിയായിട്ടുള്ള മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇരുട്ട് മൂടി കിടക്കുവാണ്. പക്ഷെ അന്നേരം ഇവന് ഇവിടെ വരാനായിട്ട് ഒട്ടും താല്പര്യമില്ല. ഞാൻ നിർബന്ധിച്ചു കൊണ്ടുവന്നതാണ്. മഴ ഇപ്പോഴും പെയ്തോണ്ടിരിക്കുക, ചാറ്റിലുണ്ട്, ഇപ്പോഴും പെയ്തോണ്ടിരിക്കുക. അപ്പോൾ ഇതിൻ്റെ താഴെ കണ്ട ചെറിയൊരു നടവരിപ്പാത പോലെ ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഇറങ്ങി നോക്കാം, വാ. അങ്ങനെ ബിനോയ് പള്ളി നിക്കർ ഇട്ടോണ്ട് പോവുകയാണ് കേസ്. വീണാ ഞാൻ വരുത്തില്ലേ, അത് കുളമായി അപ്പുറത്തോട്ട് കയറി കിടക്കുന്നത്. ഇവിടുന്ന് കല്ലെറിഞ്ഞ് താഴോട്ട് കേട്ടെ. കാരണം ബിനോയ് അങ്ങനെ താഴേക്ക് ഇറങ്ങിയിരിക്കുകയാണ് കേസ്. ഇവനെ നമുക്ക് ചവിട്ടി താഴെ ഇട്ടാലോ? അടുത്തതായി ബിനോയ്ക്ക് ഇവിടെ ഇരിക്കുമ്പോ എന്താണ് തോന്നുന്നത്? ബിനോയ്ക്ക് ഇവിടെ ഇരിക്കുമ്പോ എന്താണ് തോന്നുന്നത്? ധൈര്യമായിട്ട് വിചാരിക്കും, ഞാൻ ഇവിടെ നിന്ന് വീഡിയോ എടുക്കും. വേണ്ട അതിലേക്കൂടെ നടന്ന് അതിലേക്കൂടെ കയറിയാ മതി. അല്ലല്ല, ഇതിനെ കൂടെ ഈ കമ്പി പിടിച്ചു കയറി. ഈ കമ്പി പിടിച്ചോ? ഇല്ല, ഇതിനെ കൂടെ ചവിട്ടി കയറിയോ? തെന്നി വീഴുവാടാ, എനിക്ക് തോന്നുന്നത് ഈ തെന്നി വീഴുവന്ന് അതിനകത്തോട്ട്. ഇതെന്തോ സ്കൂളിലെ സൈക്കിൾ വിടുന്ന പിള്ളേരോട്ട് പഠിക്കുന്നത്. ആ ബിനോയ് കയറി വന്നതിന് ശേഷം ബിനോയുടെ വളിച്ച ചിരിയാണ് നമ്മള് കാണുന്നത്. എനിക്ക് വെള്ളത്തിൽ പേടിയാണ്, വെള്ളം ഭയങ്കര പേടിയാണ്. എനിക്ക് ഏറ്റവും പേടിയുള്ള സംഭവം വെള്ളം എന്ന് പറയുന്നത്. പക്ഷെ ഇതിലേക്കൂടെ ഇങ്ങനെ നടന്നപ്പോൾ ഉണ്ടല്ലോ, ഇവിടെ ഒന്ന് നിന്ന് നമ്മൾ നോക്കുമ്പോഴേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ ആ ഒഴുക്കിന്റെ ഫോഴ്സും കാര്യങ്ങളും കാണണമെങ്കിൽ ഇവിടെ നിന്ന് നോക്കണം. അന്നേരം നമുക്ക് ഒരു ഉൾഭയം വരും. കാരണം കുറേ വേസ്റ്റുകളൊക്കെ വന്നിട്ട് അടിയിൽ കൂടെ തന്നെ ഭയങ്കര ഫോഴ്സിൽ നിലത്തോട്ട് പോകുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ലോണം പേടിയാവും. അതാണ് എനിക്ക് പെട്ടെന്ന് പേടിയാണ് ഞാൻ കയറാമെന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ വെള്ളം എനിക്ക് പേടിയാണ് സത്യം പറഞ്ഞത്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത് പാതിരിക്കൽ ഡാമിലുള്ള അല്ലെ പാതിരിക്കൽ അണക്കെട്ട്. ഇവിടെ വരുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ വരാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കരുനാഗപ്പള്ളിയിലുള്ളവർ തീർച്ചയായിട്ടും വന്ന് കാണേണ്ട ഒരു സ്ഥലമാണ്. അപ്പോൾ കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പാതിരിക്കൽ ഡാം എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാകത്തില്ല. പാതിരിക്കൽ
അണക്കെട്ട്. അണയെന്ന് ചോദിക്കണം. അഥവാ വന്നാൽ നിങ്ങൾ ആരെടുത്തെങ്കിലും ചോദിച്ചാൽ പാതിരിക്കൽ അണ എവിടാണെന്നേ ചോദിക്കാവുള്ളൂ. ഇവിടുത്തെ ആളുകൾക്ക് അങ്ങനെ പറഞ്ഞാലേ അറിയത്തുള്ളൂ. ഡാം നമ്മൾ പറഞ്ഞാൽ അറിയത്തില്ല. ഗൂഗിളിൽ നമുക്ക് ഡാം എന്നാണ് കാണിക്കുന്നത്, പാതിരിക്കൽ ഡാം എന്നാണ് കാണിക്കുന്നത്. പക്ഷേ ഏതൊരു ആളടുത്ത് ചോദിച്ചാലും പാതിരിക്കൽ അണ എവിടാന്ന് ചോദിച്ചാൽ കറക്റ്റ് വഴി പറഞ്ഞാലും നിങ്ങൾക്ക് യാതൊരു കാരണത്തിനും കുഴപ്പമില്ല. തെറ്റിയൊന്നും പോകത്തില്ല. പാതിരിക്കൽ ഡാം എന്ന് പകരം പാതിരിക്കൽ അണക്കെട്ട് അല്ലെ അണ എന്ന് മാത്രം ചോദിച്ചാൽ മതി. ഇവിടെയുള്ള ആൾക്കാർ ഫുൾ സപ്പോർട്ടാണ് നമുക്ക് വഴി പറഞ്ഞു തരാനും ബാക്കിയുള്ള കാര്യങ്ങൾക്ക്. ഞങ്ങളവിടെ നിന്ന് ഒരു കൊച്ചു വെച്ചിൻ്റെ അടുത്ത് ഞങ്ങൾ സ്ഥലം ചോദിച്ചു. പെട്ടെന്ന് അവൻ ചാടി കയറി ചേട്ടാ അതിലേക്കൂടെ ഇതിലേക്കൂടെ അങ്ങോട്ട് കറക്റ്റ് അവൻ വഴി പറഞ്ഞു. ആ വഴി വന്നപ്പോൾ തന്നെ ഇവിടെ എത്തുകയും ചെയ്തു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.